ഇന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും വചനം കേട്ട് അതിൻ്റെ ഒരു സാച്ചുറേഷൻ പോയിന്റിലെത്തി എന്നാണ് തോന്നുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് ഡൂയിങ്. ഇനി നമ്മൾ ഇത് കേട്ടതൊക്കെ അനുസരിക്കാൻ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുവാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇന്നു മുതലുള്ള കേൾക്കുന്ന വചനങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ ഈ അന്ത്യകാലഘട്ടത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്കൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 13:13. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ആമേൻ. നമ്മളെപ്പോഴും ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. സ്വർഗീയ ദൈവമേ, ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു വിശുദ്ധ പകൽക്കാലം കൂടെ അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നു. ഈ പകൽക്കാലം ഒരുമിച്ച് ഞങ്ങൾ അല്പസമയത്തെ ധ്യാനത്തിനായി അവിടുത്തെ വചനത്തിൽ നിന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് കേൾക്കുക മാത്രമല്ല, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്നയോളം ഞങ്ങളെ നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ അങ്ങ് സർവശക്തനായ ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സർവ്വതും കാൽവറിയിൽ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി മാറിയ ഇന്നും ജീവിക്കുന്ന മരണത്തെ ജയിച്ചവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണം. സ്വർഗീയ പിതാവേ, ആമേൻ. നമുക്കറിയാം, നമ്മളെപ്പോഴും കേൾക്കുന്നതും ഒക്കെയുള്ള ഒരു വചനമാണ് നമുക്ക് കേട്ടത്. സ്നേഹം എന്ന് പറയുന്നത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നുള്ളതാണ്. പക്ഷേ ബാക്കി എന്തുണ്ടെങ്കിലും വിശ്വാസവും പ്രത്യാശയും ബാക്കിയുള്ള നിരവധി കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിലും സ്നേഹം ഇല്ല എങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാണ് എന്നാണ് ബൈബിൾ പറയുന്നത്. പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് തന്നെ ഈ സ്നേഹത്തിലാണ്. ബൈബിളിൽ ഏതാണ്ട് 500-ൽ പരം സ്ഥലങ്ങളിൽ സ്നേഹം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരിക്കലും ഐസക് ന്യൂട്ടൺ, ഈ ലോ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിച്ച ഐസക് ന്യൂട്ടൺ പാരീസിലൊരു ട്രെയിനെ കൂടി ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം ഒരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. അദ്ദേഹം ഈ ബൈബിൾ എടുത്ത് ഈ ട്രെയിൻ യാത്രയിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് യങ്സ്റ്റേഴ്സ്, കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ട്, ഹേയ് താങ്കൾ എന്താണ് ഈ വായിക്കുന്നത് എന്ന് ചോദിച്ച്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ബൈബിൾ വായിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഈ ചെറുപ്പക്കാർ ചോദിച്ചു, ബൈബിളോ? അതിനേക്കാളൊക്കെ എത്രയോ നല്ല ബുക്കുകൾ ഇന്ന് ലോകത്തുണ്ട് വായിക്കാൻ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, ഇതിനേക്കാൾ നല്ലൊരു ബുക്കുണ്ടെങ്കിൽ ആ ബുക്ക് എനിക്കൊന്ന് നിങ്ങളൊന്ന് തരിക, ഞാൻ അതും വായിക്കാം എന്ന് പറഞ്ഞു. ശരി, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല, ഞങ്ങൾ അയച്ചു തരാം, താങ്കളുടെ അഡ്രസ്സ് തരാം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് കൊടുത്തു. ആ വിസിറ്റിംഗ് കാർഡ് കണ്ടത് അവർ ഞെട്ടിപ്പോയി. കാരണം ഐസക് ന്യൂട്ടൻ കണ്ടപ്പോഴത്തേക്ക് ലോകത്തിൽ ആർക്കും അറിയാൻ മേലാത്ത ഒരു വ്യക്തിയല്ല. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഭാഷ പറയുകയാണെങ്കിൽ അവരെ ചമ്മിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരുപാട് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഒക്കെ ഡോക്ടറിങ് ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ പുസ്തകം എന്നെ പഠിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെ ഒരു ഡോക്ടറിനാണ്. അപ്പോൾ ഈ ഡോക്ടറിൻ ഞാൻ പഠിച്ചതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ സർവ്വവും എനിക്ക് മുമ്പോട്ട് ആയിത്തീരുവാനായിട്ടുള്ള കൃപ നൽകിയത്. അങ്ങനെ അവരും ആ പുസ്തകം വായിക്കാൻ അന്ന് മുതൽ തുടങ്ങി എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നത് തന്നെ സ്നേഹത്തിലാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ നിലനിൽക്കുന്ന ഈ ബന്ധം, ദൈവത്തിന് നമ്മോട് സ്നേഹം ഉള്ളത് കൊണ്ട് ഉള്ള ഒരു ദൈവത്തെ അല്ല നമ്മുടെ ബന്ധം, മറിച്ച് സ്നേഹവാനായ ദൈവത്തെയാണ്. അതാണ് ഗോഡ് ഹാസ് ലവ് എന്നല്ല ബൈബിൾ പറയുന്ന, ഗോഡ് ഈസ് ലവ് എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ ദൈവത്തിന് സ്നേഹമുണ്ട്. അപ്പം ദൈവത്തിന് സ്നേഹം ഇല്ലാത്ത സമയവും ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷെ ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞാൽ അവൻ നമ്മെ ഈവൻ നമ്മളെ ശിക്ഷിക്കുമ്പോഴും, നമ്മളെ ശാസിക്കുമ്പോഴും, നമ്മളെ കഷ്ടതയിൽ കൂടെ നടത്തുമ്പോഴും അവൻ സ്നേഹത്തിലാണ് ഇതൊക്കെ നമ്മോട് ചെയ്യുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ ഒരേ ഒരു ആൻസറേ ഉള്ളൂ. ദൈവത്തിന് മനുഷ്യനോടുള്ള അൺഎൻഡിങ്, അവസാനമില്ലാത്തതായ അവൻ്റെ സ്നേഹം മൂലം മാത്രമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഈ ദൈവം മനുഷ്യനെ
സൃഷ്ടിച്ച് ആദിമ മനുഷ്യരായ ആദമിനെ ഹവ്വയും സ്നേഹം കൊണ്ട് സൃഷ്ടിച്ച് ആ സ്നേഹത്തിൽ അവരെ ഏദൻ തോട്ടത്തിൽ ആക്കി. ഈ ഏദൻ തോട്ടത്തിൽ വെച്ച് ഇവർ ആദ്യമേ ദൈവകൽപ്പനയ്ക്ക് വിപരീതമായിട്ട് ഒരു പാപം ചെയ്തു. ഈ ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുവാനുള്ള ഒരു കാരണം ഈ മനുഷ്യൻ ദൈവം അത്രയധികം സ്നേഹിച്ച് സൃഷ്ടിച്ച ഈ ദൈവം ആദ്യം ദൈവത്തോട് പാപം ചെയ്ത് തെറ്റിപ്പോയി. ഈ പാപം ചെയ്ത് തെറ്റിയ ദിവസവും ഈ മനുഷ്യനെ തേടി ആ ദൈവം ആ ദിവസവും ഇറങ്ങി വന്ന് ദൈവം ചോദിച്ചു, ആദമേ നീ എവിടെയാകുന്നു? വേറെ അറിയൂ ആദം. ഒരു എത്തീസ്റ്റ് ഈ ഭാഗം വായിച്ച് വന്നാണ് എത്തീസ്റ്റായിട്ട് മാറിയത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു യഹൂദ റബിയുടെ അടുത്ത് ഈ ആൾ വന്ന് ഒരിക്കൽ ചോദിച്ചു, ഞാൻ ഈ ബൈബിൾ മുമ്പോട്ട് വായിക്കാൻ നിർത്തിവെച്ചു. കാരണം ഞാൻ ഇതിൻ്റെ ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് വായിച്ചു വരികയായിരുന്നു, എനിക്ക് വലിയ ത്രില്ലായിരുന്നു. പക്ഷെ ഒരിടത്ത് ഞാൻ കാണുന്നു, ഈ സർവ്വ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച എല്ലാവരെയും മനസ്സിലാക്കി കാണുന്ന ഈ ദൈവം വന്നിട്ട് ചോദിക്കുകയാണ്, വേറെ അറിയൂ ആദം എന്ന്. ആദമേ നീ എവിടെയാകുന്നു? ഈ ദൈവത്തിന് അറിയത്തില്ലേ ആദം എവിടെയായിരുന്നെന്ന്? അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു ദൈവത്തെ എങ്ങനെയാണ് നമുക്ക് ആരാധിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. ആ യഹൂദ റബി മറുപടി പറഞ്ഞു, നീ റിയലായിട്ടും ആത്മാർത്ഥമായിട്ടുമാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാനിതിന് ആൻസർ പറയാം. യഥാർത്ഥത്തിൽ ദൈവം ഏറ്റവും അധികം ദുഃഖിച്ച ഒരു ദിവസം ആയിരിക്കും അന്ന്. കാരണം അന്ന് ഇപ്പോൾ ഒരു പിതാവും ഒരു മകനും കൂടെ പുറത്തോട്ട് പോയപ്പോൾ ഒരാളുമായിട്ട് ഒരു ചെറിയ പ്രശ്നമുണ്ടായി. അപ്പോൾ ഈ മകൻ ഒരു കത്തിയെടുത്ത് ആ മറ്റേ വന്ന വ്യക്തി ഒരു കുത്തിയെന്നിരിക്കട്ടെ, അങ്ങനെ ആ മനുഷ്യൻ അങ്ങ് കുത്തുകൊണ്ട് ഹോസ്പിറ്റലിലായി. ഇവർ രണ്ട് സ്ഥലത്തോട്ടും പിതാവും മകനും ഓടിപ്പോയി. തിരിച്ച് പിതാവിങ്ങ് വീട്ടിൽ വന്നു. കുറച്ച് ശേഷം പോലീസുകാർ ഈ മകനെ പിടിച്ചുകൊണ്ട് ഈ പിതാവിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഈ പിതാവ് ഈ ഭവനത്തിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ പോലീസുകാരുടെ മധ്യത്തിൽ ഈ മകൻ നിൽക്കുന്നു കത്തിയുമൊക്കെ ആയിട്ട്. അപ്പോൾ ഈ പിതാവ് ചോദിക്കുന്ന ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും, എന്നാലും എൻ്റെ മകനെ എന്താണ് നീ കാണിച്ചത്? നിനക്ക് എന്ത് പറ്റി? എന്താണ് കാണിച്ചത്? ഈ പിതാവിന് നല്ലപോലെ അറിയാം. പിതാവിൻ്റെ കണ്ടുകൊണ്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ അയാളുടെ ദുഃഖത്തിൽ നിന്നാണ് അത് പറയുന്നത്. ഇതുപോലെയാണ് വാട്ടും വയ്യും വേറും വെന്നും എല്ലാം ഒരുമിച്ച് ദൈവം പറയുന്നതിൻ്റെ ദൈവത്തിൻ്റെ ദുഃഖത്തിൽ നിന്ന് ദൈവം ചോദിക്കുന്നൊരു ചോദ്യമാണ് വേറെ അറിവ്. അതുവരെ താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ദൈവത്തിന് ആദമേ നിന്നെ ഞാൻ ആക്കിയിരിക്കുന്ന സ്ഥാനത്തുനിന്ന് നിനക്ക് എന്ത് പറ്റി, നീ ഇപ്പോൾ എന്ത് പറ്റി എന്നുള്ള ഒരു ആ കോണ്ടെക്സ്റ്റിൽ വിഷ്വലൈസ് ചെയ്ത് വായിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അവർക്കുണ്ടായത്. ആ സ്ത്രീക്കത് ബോധ്യമായി. അവർ വീണ്ടും തിരിച്ച് മടങ്ങി വന്നു എന്നാണ് പറയുന്നത്. ബൈബിൾ പറയുന്ന ഏറ്റവും വലിയ കൽപ്പന എന്ന് പറയുന്നത് സ്നേഹത്തെ പറ്റിയാണ്. മാത്യു 22:37 കൂടെ വായിക്കാം. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. 38-39 കൂടെ വായിച്ചു. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. നമുക്കറിയാം, വളരെ ക്ലിയറായിട്ട് എഴുതിയിരിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ ഓർക്കും, ഈ കൽപ്പന ജനം അനുവദിച്ചാൽ ഇവിടുത്തെ സർവ്വ വക്കീലന്മാരുടെയും ജഡ്ജിമാരുടെയും പണി പോകും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും മറ്റുള്ളവരോട് സ്നേഹമുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും കേസ് വരുമോ? കോടതികളെല്ലാം ശൂന്യമാകും. കാരണം ഇന്നിപ്പോൾ സഹോദരനോട് വഴക്കുണ്ടാക്കുന്നത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ? അല്ലേ പരസ്പരം ഉണ്ടാക്കുന്നത് സ്നേഹം. ഈവൻ എന്തിനാണ് നാളെ ഇലക്ഷൻ വരുന്നു, പാസ്റ്റർ അതിനു വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുക റിസൾട്ടിന് വേണ്ടി. അപ്പോൾ ഇലക്ഷൻ പോലും സ്നേഹമുണ്ട്. ഇലക്ഷൻ ആവശ്യമില്ല. മത്യാസിന് തിരഞ്ഞെടുക്കുവാൻ ഇലക്ഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, സെലക്ഷനായിരുന്നു അല്ലേ? ശരിക്കും അതുപോലെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ ലോകത്തിലാണ് ഈ ഇലക്ഷനുമൊക്കെ. വരാനിരിക്കുന്ന കർത്താവ് രാജാവിരിക്കുന്ന ഒരു രാജ്യം വരുന്നുണ്ട്. ആ രാജ്യം ജനാധിപത്യമല്ല, സ്നേഹാധിപത്യമായിരിക്കും. കാരണം ആ സ്നേഹത്തിൽ മാത്രമാണ് അന്ന് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പ്രപഞ്ചത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം ഈ സ്നേഹമില്ലായ്മയാണ്. അതുകൊണ്ട് എന്താണ് കുടുംബത്തിൽ പ്രശ്നം,
സമൂഹത്തിൽ പ്രശ്നം, ഇപ്പോൾ യുദ്ധം നടക്കുന്നു, രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നം, എല്ലായിടത്തും പ്രശ്നം ഈ സ്നേഹമില്ലായ്മ മൂലം മാത്രമാണ്. നമുക്കൊരേ ഒരു ഫോം വഴിയേ ഇതിനുള്ളൂ, ഈ സ്നേഹത്തിലേക്ക് ആളുകൾ മടങ്ങി വരിക. ദൈവം പറഞ്ഞ, നമ്മോട് കൽപ്പിച്ച ഈ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. ദൈവം കൽപ്പിച്ചു, സ്നേഹം ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? സ്നേഹം ഉണ്ട്, ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ആകത്തില്ല. നീ കൽപ്പനകളെ, അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചാണ്. ഈ സ്നേഹം എന്ന് പറയുന്നത് ഈസ് ടു ബി പ്രൂവ്ഡ്, അത് തെളിയിക്കപ്പെടേണ്ട ഒന്നാണ്. കാരണം ഇത് യേശു, ഈ ദൈവത്തിന് നമ്മോട് സ്നേഹമുണ്ടെന്ന് പറയുക മാത്രമല്ല ദൈവം ചെയ്ത്, മറ്റെന്തുകൂടെ ചെയ്തു? കാൽവറിയിൽ അവനത് തെളിയിക്കുകയും ചെയ്തു. ഇന്ന് നാം കമ്മ്യൂണിയൻ അനുഭവിക്കുമ്പോൾ ഇതിൻ്റെ ഓർമ്മയെ നാം പുതുക്കുന്നത്, കർത്താവ് നമ്മോട് കാണിച്ച സ്നേഹത്തിൻ്റെ ഓർമ്മയാണ് ഇന്ന് നാം കൊണ്ടാടുന്നത്. ഇത് നമുക്ക് അനുഭവിക്കുമ്പോൾ നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലീവ്സ് ഇൻ മീ, ഇനി ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ള ആ വലിയ അവസ്ഥയ്ക്ക് ഉളവാകുവാൻ യേശു കാൽവറിയിൽ നമ്മോട് കാണിച്ച ആ വലിയ സ്നേഹം കൊണ്ട് മാത്രമാണ്. അപ്പോൾ ദൈവത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ള ഒരേ ഒരു ഫോം വഴിയേ ഇതിനൊക്കെ ഉള്ളൂ. നമുക്കതുകൊണ്ട് അതിന് നാം ദൈവത്തിലേക്ക് മടങ്ങി വരേണ്ട, സ്നേഹത്തിൽ വസിക്കേണ്ട, അറിയേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്, സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണത്. ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് സ്നേഹം എന്ന് പറയുന്നത്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവന് 3 പ്രത്യേകതകൾ നൽകിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഒന്ന്, എ സൗണ്ട് മൈൻഡ്, നല്ലൊരു മനസ്സ് കൊടുത്താണ്, മറ്റൊരു സൃഷ്ടിക്കുമില്ലാത്തൊരു മനസ്സ് കൊടുത്താണ് ദൈവം ഈ മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തിനാണ് ഈ നല്ല മനസ്സ് കൊടുത്തത്? ടു നോ ഗോഡ്, അവൻ്റെ ദൈവത്തെ അവൻ അറിയണം, ആരാകുന്നു നിൻ്റെ സൃഷ്ടിതാവെന്ന് അറിയുന്നതിന് വേണ്ടി ഒരു നല്ല മനസ്സ് കൊടുത്തു. രണ്ടാമത് ദൈവം കൊടുത്ത് സൃഷ്ടിച്ചതാണ് ഇമോഷൻസ്, വികാരങ്ങൾ. ചിരിയും കരച്ചിലും അല്ലെങ്കിൽ വിഷമവും സങ്കടവും ഒക്കെ നമ്മുടെ ഇമോഷൻസാണ്. ദൈവം ഈ ഇമോഷൻസ് മനുഷ്യന് കൊടുത്തത് ടു ലവ് ഗോഡ്. ഈ ദൈവത്തെ നീ സ്നേഹിക്കണം. ഈ ദൈവത്തെ നീ സ്നേഹിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ആ ഇമോഷൻസ് മനുഷ്യന് കൊടുത്ത്. അടുത്ത മൂന്നാമതൊരു കാര്യം കൂടെ ദൈവം കൊടുത്തു, വിൽ, അല്ലെ ഇച്ഛാശക്തി. എന്തിനാണ് ദൈവം ഇത് കൊടുത്തത്? ചൂസ് ടു ഒബേ ഗോഡ്. ദൈവത്തെ അനുസരിക്കുന്നതിന് നീ തിരഞ്ഞെടുക്കണം. ദൈവത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണത്. ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ കുറച്ച് റോബോട്ട് കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഇത്രയും റോബോട്ട് കുഞ്ഞുങ്ങളെ ദൈവം സൃഷ്ടിച്ചിരുന്നെങ്കിൽ ദൈവം പറയുന്നതല്ലാതെ നിങ്ങളൊന്നും ചെയ്യത്തില്ല. പക്ഷെ ദൈവം ആഗ്രഹിച്ചതല്ല. ഈ കുഞ്ഞുങ്ങളൊക്കെ റോബോട്ടായിരുന്ന സ്ഥിതി എന്തോ ആയിരുന്നു. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ദൈവം പറയുന്നത് മാത്രം കേട്ടങ്ങനെ നിൽക്കും. പക്ഷെ ദൈവം ആഗ്രഹിച്ചത് അതല്ല. നിനക്ക് സ്വതന്ത്ര ഇച്ഛാശക്തി തന്നു. എന്നിട്ട് നീ നന്മയും തിന്മയും നിൻ്റെ മുമ്പിൽ ദൈവം വെച്ചു. എന്നിട്ട് നീ നന്മ തിരഞ്ഞെടുക്കണമെന്ന് ഈ ദൈവം ആഗ്രഹിച്ചു. അങ്ങനെയാണ് ദൈവം ഈ 3 കാര്യം നമുക്ക് തന്നത്. അപ്പോൾ ഇതൊരു വലിയ നിത്യ സ്നേഹമാണ്. അപ്പോൾ ഈ സ്നേഹത്തിൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരു സ്നേഹത്തിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. നമുക്ക് വീണ്ടും ഒരു കാര്യം കൂടെ പോകാം. ഈ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം തെളിയിക്കപ്പെട്ടതാണ്. കാരണം അത് ഓൾറെഡി പ്രൂവ്ഡാണ്. നമ്മുടെ മുമ്പിൽ ഈ ദൈവം സ്നേഹം തെളിയിച്ചു തന്നതാണ്. 1 യോഹന്നാൻ 4:9 ഒന്ന് വായിക്കാം. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. അപ്പോൾ കാൽവറിയിൽ യേശു 2026 വർഷങ്ങൾക്ക് മുമ്പ് യാഗമായിട്ട് മാറിയത് എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹമൊന്നുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ദൈവത്തിന്, ചിലരുടെ ധാരണ ദൈവത്തിന് നമ്മളെയൊക്കെ ആവശ്യം അങ്ങ് ഉണ്ടായിട്ടാണ്. ദൈവത്തിനൊന്നും നമ്മളില്ലെങ്കിലും ഒരു കുഞ്ഞിന് അമ്മയാണ് ആവശ്യം. അമ്മയ്ക്കിപ്പോൾ ഒരു കുഞ്ഞില്ലാതും പോവുകയൊക്കെ ചെയ്യാം. അതുപോലെ നമുക്ക് ദൈവത്തെയാണ് ആവശ്യം. ഇപ്പം ദൈവത്തിനിപ്പം നമ്മളെ എല്ലാവരെയും ആവശ്യമുണ്ട് എന്നൊന്നും വലിയ നിർബന്ധമില്ല. പക്ഷെ അവൻ്റെ സ്നേഹം ആദ്യം ഏദനിൽ അവൻ തെറ്റിപ്പോയപ്പോൾ വേണേ ഈ ദൈവത്തിന് അവിടെ ഉപേക്ഷിച്ച് കളയാമായിരുന്നു. മനുഷ്യജാതിയുടെ അവന് സംഭവിക്കാവുന്ന, നമുക്കറിയില്ലെങ്കിൽ പോലും നമുക്ക് സംഭവിക്കാമായിരുന്ന ആ വലിയ ദുരന്തത്തിൻ്റെ വ്യാപ്തി അവൻ മനസ്സിലാക്കിയപ്പോൾ ദൈവം തീരുമാനിച്ചു ഈ സ്നേഹത്തിൽ ഇവരെ വീണ്ടെടുക്കുവാൻ, ഇവരെ റിഡീം ചെയ്യുവാൻ നമ്മുടെ ദൈവം തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ ഫലമാണ് കാൽവറിയിൽ നമ്മോട് അവൻ കാണിച്ചത്. വീണ്ടും നാം പോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ
തിരഞ്ഞെടുത്ത്, കാരണം നാമൊക്കെ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച് നമ്മെ തിരഞ്ഞെടുത്ത് നമ്മെ സ്വന്തം മക്കളാക്കി തീർത്തതാണ്. 1 യോഹന്നാൻ 3:1 കൂടെ വായിക്കാം. 1 യോഹന്നാൻ 3:1. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മയും അറിയുന്നില്ല. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ, നമ്മെ സ്നേഹിക്കുന്ന, നമ്മളെ ശിക്ഷിക്കുമ്പോഴും അവൻ സ്നേഹത്തിലാണ് ശിക്ഷിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്ത ആദമിനെ ഹവ്വയെയും ദൈവം പുറത്താക്കിയതായിട്ട് നാം കാണുന്നു. ചവിട്ടി പുറത്താക്കിയതല്ല, എക്സോഡസ് എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ ഓർക്കും, ഇത്ര വലിയവനായ ദയുള്ള ദൈവം എന്തിനാണ് ഇത് മനുഷ്യനെ ഒരു ചെറിയ പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ അവിടെ നിന്ന് പുറത്താക്കിയതെന്ന്. പ്രിയമുള്ളവരെ, ഈ ഏദൻ തോട്ടത്തിൽ നമുക്കറിയാം, ഈ ട്രീ ഓഫ് നോളജ്, ഈ നന്മതിന്മകളെ പറ്റിയുള്ള വൃക്ഷത്തിൻ്റെ ഫലം മാത്രമാണ് കഴിക്കരുതെന്ന് ദൈവം പറഞ്ഞത്. പക്ഷേ അവിടെ വേറൊരു വൃക്ഷം കൂടെ ഉണ്ടായിരുന്നു, ട്രീ ഓഫ് ലൈഫ്, ജീവൻ്റെ വൃക്ഷം. ഈ ജീവൻ്റെ വൃക്ഷം കഴിക്കണം എന്നാണ് ദൈവം ആഗ്രഹിച്ചത്. അവർ പക്ഷേ ദൈവത്തെ അനുസരിക്കാതെ ദൈവം വിലക്കപ്പെട്ടത് കഴിച്ചു, പാപം ചെയ്തു. പക്ഷേ ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടും ഇവരത് ചെയ്തില്ല. അപ്പോൾ ദൈവം ഈ പാപം ചെയ്ത് ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ, ഏതവസ്ഥയിലാണ് നാം ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുന്നത്, ആ അവസ്ഥയിൽ നാം എന്നും തുടരും. അതുകൊണ്ട് ആദമിനെ ഹവ്വയെയും അവിടെ വീണ്ടും നിലനിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം അവിടെ ഉണ്ട്. ഇവർ പോയി അത് ഭക്ഷിക്കും. ഈ പാപം ചെയ്ത അവസ്ഥയിൽ അവരത് കഴിക്കുന്നതുകൊണ്ട് അവരെ ഒരിക്കലും റിഡീം ചെയ്തെടുക്കുവാൻ ദൈവത്തിന് സാധിക്കുകയില്ല. അപ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്ന് ആദമിനെയും ഹവ്വയെയും പുറത്താക്കിയതും മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്ത് ദൈവം ചെയ്താലും ദൈവം സ്നേഹത്തിൽ മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം മുമ്പോട്ട് പോകുമ്പോൾ ഈ ദൈവസ്നേഹത്തിൽ നമുക്ക് എങ്ങനെ നിലനിൽക്കാം എന്നുള്ളതിനെപ്പറ്റി ആണ് നമുക്ക് 1-2 കാര്യങ്ങളൂടെ നോക്കാൻ പോകുന്നത്. ഒന്ന്, ദൈവസ്നേഹത്തിൽ നാം അന്യോന്യം സ്നേഹിക്കണം. 1 യോഹന്നാൻ 4:12. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞും ഇരിക്കുന്നു. ഈ യോഹന്നാൻ്റെ സുവിശേഷം അല്ലെങ്കിൽ യോഹന്നാനെ പറ്റി നാം പഠിക്കുമ്പോൾ അദ്ദേഹം ഒരു സ്നേഹത്തിൻ്റെ അപ്പസ്തോലൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ആയിരുന്നു താനും. അദ്ദേഹത്തിന് ഒരുപാട് പ്രായമൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ 90 വയസ്സ്, അദ്ദേഹം മാത്രമാണ് ശിഷ്യന്മാരിൽ നാച്ചുറൽ ഡെത്ത് സംഭവിച്ച ഒരു വ്യക്തി. ബാക്കി എല്ലാവരും വലിയ രക്തസാക്ഷിത്വ മരണം വഹിച്ച, ഇൻക്ലൂഡിങ് നമ്മുടെ ഇവിടെ വന്ന തോമസ് ലീഹ ഉൾപ്പെടെ എല്ലാവരും രക്തസാക്ഷിത്വം മരിച്ച വ്യക്തികളായിരുന്നു. യോഹന്നാനെ രക്തസാക്ഷി ആക്കുവാൻ പല മാർഗങ്ങളും നോക്കി, പക്ഷെ അതൊന്നും നടന്നില്ല. അങ്ങനെയാണ് പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയത്. ഈ യോഹന്നാന് കർത്താവ് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹം എപ്പോഴും കർത്താവിൻ്റെ മാറോട് ചേർന്ന് അങ്ങനെ കിടക്കും, ദൈവത്തോട് അങ്ങനെ അടുത്ത് ചേർന്ന് കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തിന് അങ്ങനെ പാർഷ്യാലിറ്റി ഒന്നുമില്ല ഒരിക്കലും. ദൈവത്തിന് എല്ലാവരോടും ഒരുപോലെയുള്ളൂ സ്നേഹം. അത് റിസീവിങ് എൻഡിലെ പ്രശ്നമാണ്. അത് കാരണം ഇപ്പോൾ ഒരു മെറ്റൽ പീസും ഒരു വുഡൻ പീസും കൂടെ ഈ വെയിലത്ത് നമ്മൾ വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഏതിനായിരിക്കും ചൂട് കൂടുന്നത്? മെറ്റൽ പീസിനായിരിക്കും. കാരണം സൂര്യൻ 2 പേർക്കും ഒരുപോലാണ് ചൂട് കൊടുത്തത്. പക്ഷേ അതിന് കൂടുതൽ അത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി മെറ്റലിന് കൂടുതലുള്ളത് കൊണ്ട് അതിൽ ചൂട് കൂടുതൽ കാണുന്നു. ഇതുപോലെ ദൈവത്തിൽ നിന്നുള്ള സ്നേഹം ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്ത് ആ സ്നേഹത്തിൽ കർത്താവിൻ്റെ മാറോട് ചേർന്ന് കിടന്ന വ്യക്തിയായിരുന്നു യോഹന്നാന്. ഇതുകൊണ്ടാണ് ഈ നിങ്ങളിൽ ഒരാളെന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ പത്രോസിന് ഇതാരാണെന്ന് അറിയാൻ വലിയ ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പോൾ പത്രോസിന് ഇത് ചോദിക്കാൻ പേടിയാണ്. കാരണം പത്രോസിനെ അഥവാ യേശു കർത്താവിനോട് ചോദിക്കുക, ആരാ കർത്താവ് എന്ന് ചോദിച്ചാൽ കർത്താവ് വല്ലതും പറഞ്ഞാലോ അത് നീ തന്നെയാണെന്ന് വല്ലതും പറഞ്ഞാൽ പത്രോസ് പേടിച്ചു വീട്ടിലായി ഇപ്പോൾ. അതുകൊണ്ട് പത്രോസ് യോഹന്നാനോട് പറഞ്ഞു,
നീ ഒന്ന് ചോദിക്കുക അത് ആരാണെന്ന്. യോഹന്നാൻ ഉറപ്പായിരുന്നു ഇവർ 11 പേരുമാണെങ്കിലും എൻ്റെ പേര് കർത്താവ് പറയത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് ആ ധൈര്യത്തിൽ യോഹന്നാൻ പ്ലെയിനായിട്ട് ചോദിച്ചു ആരാണ് കർത്താവ് എന്നൊന്ന്. കർത്താവ് അതിന് മറുപടിയും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് കർത്താവിനോട് ഇത്രയധികം ഒരു ബന്ധം, ആ സ്നേഹബന്ധം നിലനിർത്തുന്നത് കൊണ്ടാണ് ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ആ ഉണ്ടായ പോലുള്ള ആ ഒരു ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ യേശുമായിട്ടുള്ള ആ ബന്ധം നാം ദൃഢമാക്കിയാൽ വളരെ ക്ലീനായിട്ട് ഏത് കാര്യവും ഏത് സമയവും അവൻ്റെ മാറോട് ചേർന്ന് അവൻ്റെ ഹിതം അവൻ പറയുക പോലും വേണ്ട. യോഹന്നാന് കർത്താവ് ചില അപ്പന്മാർ കണ്ടിട്ടില്ലേ, ചില അപ്പന്മാർ മക്കളെ ഒന്നും പറയണ്ട, മോഹം കണ്ടാൽ മതി അവന് മനസ്സിലാവും എന്തോ ചെയ്യാൻ പോവാന്ന്, അടിക്കാനാണോ കൊല്ലാനാണോ എന്ന്. പക്ഷേ ഇതുപോലായിരുന്നു യോഹന്നാന്. യേശു കർത്താവ് അവനെ ഒന്ന് കണ്ടാൽ മതി, അവന് മനസ്സിലാകും കർത്താവ് എന്നോട് എന്തോ ആണ് പറയാൻ പോകുന്നത്. അത്ര ബന്ധമായിരുന്നു, ആ സ്നേഹബന്ധമായിരുന്നു യോഹന്നാനുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നാണ്. അപ്പോൾ ഇത് വലിയ എല്ലാവർക്കും അറിയാവുന്നത്. പക്ഷേ ഈ അന്യോന്യം സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ നാം സ്നേഹിക്കുമെന്ന് പറയാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷേ സ്നേഹിക്കുന്നു പറയുന്നതിന് പോരാ, അത് പ്രാക്ടിക്കലായിട്ട് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാം ചെറിയ വില കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും ചിലരുണ്ട് ഇപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കൽപ്പന അനുസരിക്കണമെന്ന് പറയുന്നത് പേടിച്ചിട്ടാണ്, സ്നേഹത്തിലല്ല. ഇപ്പോൾ യേശു കർത്താവുണ്ട് അവിടെ നിന്നുകൊണ്ട് ഒരു വടിയെടുത്ത് ഇവിടെ നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും അനുസരിക്കും. അപ്പോൾ നമ്മൾ സ്നേഹത്തിലാണോ അനുസരിക്കുന്നത്? പേടിച്ചിട്ടാണ് അനുസരിക്കുന്നത്. ഇപ്പോൾ ട്രാഫിക് പോലീസുകാർ റോഡിൽ നിന്ന് ചെക്ക് ചെയ്യുമ്പോൾ ആരെങ്കിലും ഇന്ന് വരെ അവിടെ നിർത്തി ഇതെൻ്റെ ബുക്കും പേപ്പറും ഒന്ന് നോക്കിയേച്ച് പോകുമെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. നമ്മൾ പേടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരിക്കലും എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഈ സത്യസന്ധമായിട്ടൊരു കാര്യം ചെയ്യാനൊന്ന് നോക്കിയതാണ്. കവടിയാറ് വെച്ച് ഞാനിങ്ങനെ പോയപ്പോഴേ ഒരു ചെക്കിങ് നടത്തുക. അപ്പോൾ ഇവരിങ്ങനെ കൈ കാണിച്ചു. അപ്പോൾ ഞാൻ നിർത്തിയിട്ട് അപ്പോൾ എനിക്കറിയാവുന്ന ഒരു പോലീസുകാരനുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞില്ല പൊക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയാൾ നിർത്തിയതല്ലേ, അപ്പോൾ ഇവിടെ നോക്കിയേച്ച് പോകാൻ പറഞ്ഞ് ഈ പേപ്പറിലാണ് എടുത്ത് കൊടുത്ത്. അപ്പോൾ തിരിച്ച് പറഞ്ഞു എനിക്ക് സാറേ ഇതിനകത്ത് ഈ പൊല്യൂഷൻ്റെ തീർന്ന് കിടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞും പോയി. അതുകൊണ്ട് 500 രൂപ ഫൈൻ അടിച്ചാൽ പോകാൻ പറ്റുമായിരുന്നു. കുറച്ച് അങ്ങനെ അടിച്ച് ഞാൻ കൊടുത്തു. അപ്പം ഞാൻ ഒന്നെനിക്ക് മനസ്സിലായി, നമ്മൾ ലോകം പറയും വടി കൊടുത്ത് അടി വാങ്ങിച്ചെന്ന്. പക്ഷേ ഞാൻ പറയും ഇതാണ് സത്യസന്ധത എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് പോയി കൊടുത്ത്, കാരണം നിൻ്റെ കറക്റ്റായിട്ട് അന്ന് മുതൽ ഞാനത് കറക്റ്റാക്കി വെക്കുന്നുണ്ട്. എന്നാലും ഇനി എന്താ പറഞ്ഞേ നമ്മൾ അപ്പോൾ ഏത് സ്നേഹം തെളിയിക്കപ്പെടണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു വില കൊടുക്കേണ്ടി വരും. അത് ചിലപ്പോൾ നിൻ്റെ ടൈമായിരിക്കും, നിൻ്റെ ചിലപ്പോൾ കുറച്ച് മണിയായിരിക്കും, അല്ലെങ്കിൽ നിൻ്റെ ചില വേദന നീ സഹിക്കേണ്ടി വരും. മറ്റുള്ളവർക്ക് വേണ്ടി നീ ഒരു സ്നേഹം നീ കാണിക്കുമെന്ന് പറയുന്നത് മറ്റേത് വ്യാജമാണ് അല്ലേ? നമ്മൾ സ്നേഹിക്കുന്നു, ചിലർ പ്രിറ്റൻഡ് ചെയ്യും. ഞാൻ സ്നേഹം അഭിനയിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. ഭയങ്കര സ്നേഹം കാണുമ്പോൾ പള്ളിയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു രക്ഷയിലോ അങ്ങനെ സ്നേഹിച്ചങ്ങ് വല്ലാതാക്കുകയാണ്. പക്ഷെ പുറത്തോട്ടിറങ്ങിയിരുന്ന് വേറൊരാളെ നല്ല പോലെ അവനിട്ട് പാരയും പണിയും. അപ്പോൾ ഇതുപോലെ ഉള്ള കർത്താവ് നമ്മോട് പറയുന്ന ഇങ്ങനത്തെ സ്നേഹത്തിൻ്റെ കാര്യമല്ല. നീ സ്നേഹിക്കുന്നുവെങ്കിൽ, ഇനി നിനക്കൊരാളോട് സ്നേഹമില്ലെങ്കിൽ ബി ജെനുവിൻ. സ്നേഹമില്ല എന്ന് പറയുക, അത് ക്ഷമിക്കാനായിട്ടുള്ള അവനോട് നിരപ്പാകാനുള്ള കാര്യങ്ങൾ നോക്കുക. ഈ കമ്മ്യൂൺ എടുക്കുന്നതിന് മുമ്പ് ആരോടെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ബൈബിൾ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നീ ശോധന ചെയ്തിട്ട് വേണം ഇത് എടുക്കാൻ. നീ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നീ ആ പാപത്തോടു കൂടി അല്ലെങ്കിൽ വചനം അനുസരിക്കാതെ അല്ലെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ എടുത്താൽ അതിൻ്റെ തീവ്രത പലരും രോഗികളായി മാറുന്നത് ഇതുകൊണ്ടാണെന്നാണ് ബൈബിൾ പറയുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ അടുത്തത് ദൈവസ്നേഹത്തിൽ വചനത്തെ നാം അനുസരിക്കണം. കർത്താവ് പറയാണ്, എന്നെ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നീ എൻ്റെ കൽപ്പനകളെ അനുസരിക്കണം. ദൈവത്തിന് നമ്മുടെ വലിയ കാര്യങ്ങളൊന്നും ഒരാവശ്യവുമില്ല. നീ ഈ ഒരുവനിൽ ഒരാൾക്കെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നീ എനിക്ക് ചെയ്യുന്നത് പോലെയാകുന്നു. അതുകൊണ്ട് കർത്താവിന് നീ അങ്ങനെ വലിയ ഔദാര്യത്തിലൊന്നും കൊടുക്കണ്ട. നീ സ്നേഹിച്ച് മറ്റൊരു വ്യക്തിക്ക് ചെയ്യുമ്പോൾ ദൈവം അത് അവനെ സ്നേഹിക്കുന്നതായിട്ട് തന്നെ കണക്കാക്കും. ദൈവസ്നേഹത്തിൽ നിൻ്റെ സഹോദരനെ നീ പകയ്ക്കരുത്. ഇന്ന് ഏറ്റവും വലിയ ഒരു പ്രശ്നമാണത്. മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഈ സഹോദരനെ പകയ്ക്കുന്നതാണ്. 1 യോഹന്നാൻ 4:20 വായിക്കാം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു.
താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. വളരെ എത്ര ക്ലിയറാണത്. ആ വാക്കുകളൊക്കെ കേട്ടാൽ കള്ളനാന്ന്. അപ്പം നീ സഹോദരനെ പകയ്ക്കുന്നവൻ കള്ളനാണെന്നാണ് ബൈബിൾ എഴുതി വെക്കുന്നത്. ലയറാണെന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത്. എന്നാൽ പോലും എത്ര കഠിനമായ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴെങ്കിലും നമുക്കൊരു ഭയം ഉണ്ടായോ? എബ്രഹാം ലോത്തിനോട് പറഞ്ഞതുപോലെ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം എടുക്കുക. ഇന്ന് സഹോദരന്മാർ തമ്മിലുള്ള ഈ വസ്തു തർക്കം പകുതിയും തീരും. എബ്രഹാം പറഞ്ഞ ഒരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ, നീ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തു, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിൻ്റെ ആ ഉള്ളത്. ലോകത്ത് ആവശ്യത്തിനുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോയി. അവനത് ഗുണമായിട്ട് സംഭവിച്ചില്ല. എബ്രഹാമിനോട് ഇട്ടേച്ച് പോയത് നമുക്കറിയാം. അവനത് ദൈവം അനുഗ്രഹമാക്കി കൊടുത്തു. അപ്പോൾ നിൻ്റെ ആ മനസ്സാണ് സഹോദരനോട് കാണിക്കുന്നത്. ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് മാറിത്തീരും. പിന്നെ അടുത്തൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവസ്നേഹത്തിൽ നിലനിൽക്കാൻ ലോകസ്നേഹത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. 1 യോഹന്നാൻ 2:15 വായിക്കാം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. യാക്കോബ് 4:4 വായിക്കാം. വ്യഭിചാരിണികളായുള്ളോരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. യു അഡൾട്രസ് പീപ്പിൾ എന്നാണ് ബൈബിൾ പറയുന്നത്. അതിൻ്റെ എത്ര ഭയാനകമായൊരു വാക്കാണ്. എന്തിനാണ് ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അറിയാമോ? കാരണം യേശു കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിവാഹം ഉറപ്പിച്ച് നമുക്ക് വേണ്ടി ഭവനം ഒരുക്കുവാൻ പോയിരിക്കുകയാണ്. ഈ ഭവനം ഒരുക്കുവാൻ കർത്താവ് നമ്മുടെ ആത്മമണാളൻ പോയിരിക്കുന്ന സമയത്ത് മണവാട്ടിയായി നാം ഓരോരുത്തരും മറ്റ് പലരെയും സ്നേഹിക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും? അവരെ വിളിക്കുന്ന പേരാണ് ബൈബിൾ വിളിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് പാട്ടുകളുമൊക്കെ നാം ഇതിനെപ്പറ്റി പാടുന്നുണ്ട്. കർത്താവ് തൻ്റെ ഒരു മണവാട്ടി തനിക്ക് വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ വിവാഹം വരെ തൻ്റെ മണവാളനല്ലാതെ മറ്റൊന്നും ആ മണവാട്ടിയുടെ മൈൻഡിലേക്ക് വരുത്തില്ല. ആ മണവാട്ടി തനിക്ക് വേണ്ടി വിവാഹമുറപ്പിച്ച മണവാളന് വേണ്ടി വിവാഹ ദിവസം വരെ, ആ കുഞ്ഞാടിൻ്റെ കല്യാണം വരെ നാം കാത്തിരിക്കുകയാണ്. ഇന്ന് ആ മണാളനെ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നാം ഇരിക്കുകയാണ്. അപ്പോൾ മണവാളം നോക്കുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ അല്ലെ ജാരസന്തതിയുടെ അല്ലെ മറ്റ് പലരുടെയും പുറകെ ഈ മണവാട്ടി തനിക്കായി കാത്തിരിക്കേണ്ട മണവാട്ടി മറ്റ് പലരെയും സ്നേഹിച്ച് അതിൻ്റെ പുറകെ കാണുമ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാം എത്രയധികം നമ്മുടെ ആത്മമണാളനായ കർത്താവ് അക്കരെയുള്ളത് അപ്പുറത്തുള്ളത് നാം അവൻ്റെ ആ സ്നേഹരാജ്യത്തിൽ കടന്നു കഴിഞ്ഞ് ജീവിക്കാനുള്ള ആ പദ്ധതിയെപ്പറ്റി നാം ആലോചിക്കല്ലേ, ആത്മാവിലത് കാണാത്തത് കൊണ്ടാണ്. നാം ഇവിടുത്തെ ഈ ജനാധിപത്യ രാജ്യത്തിലെ കാര്യം മാത്രം കാണുന്നതുകൊണ്ടാണ്, സ്നേഹാധിപത്യ രാജ്യത്തിലെ കാര്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നാം ഈ ലോകത്തെ ഇങ്ങനെ സ്നേഹിക്കുന്നത്. അനേകം അതിനുള്ള സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അനേകം സാഹചര്യങ്ങൾ നമ്മളെ ടെംപ്റ്റ് ചെയ്യാൻ പിശാച് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പലവിധമായ കാര്യങ്ങളിൽ വീണു പോകുവാൻ എളുപ്പമാണ്. എല്ലാം ഇൻക്ലൂഡിങ് ദേവദാസന്മാർക്ക് നമുക്കറിയാം. കാരണം ഒരുപാട് ടെംപ്റ്റേഷൻസ് ഇന്ന് ആളുകളെ അവസാന കാലമായപ്പോഴത്തേക്ക് അതങ്ങ് കൂടിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ അതിന് നല്ലൊരു ഉപകരണമായി മാറിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ഇവിടെ വിളിക്കുകയാണ്, വളരെ കഠിനമായ വാക്കിൽ വിളിക്കുകയാണ്, നമ്മെ വിളിക്കുകയാണ്. അപ്പോൾ നീ ആത്മമണാളനെ അല്ലാതെ ലോകത്തെ സ്നേഹിക്കുവാനായിട്ട് പോകുന്നുണ്ടോ എന്ന്. അടുത്ത വീണ്ടും ഒരു കാര്യം നിന്റെ സഹോദരന് ഒരു സഹായം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നെങ്കിൽ തീർച്ചയായും നീ അത് ചെയ്യണമെന്നുണ്ട് പറഞ്ഞു. വീണ്ടും ദൈവസ്നേഹത്തിൽ നാം അന്യോന്യം ക്ഷമിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ക്ഷമ മറ്റുള്ളവരോട് ചെയ്തത് അല്ലെങ്കിൽ ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ഓർമ്മിപ്പിച്ചു തരും. പ്രാർത്ഥിച്ചാൽ ദൈവം അത് ഓർമ്മിപ്പിച്ചു തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരോട് പോയി ക്ഷമിച്ചിട്ടല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ ഈ കർത്താവിൻ്റെ തിരുശരീരങ്ങൾ എടുക്കുവാനായിട്ട് പാടില്ല. അത് വലിയ ശാപമായിട്ട് നമുക്ക് ഭവിക്കും. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം. അങ്ങനെ തന്നെയാണ് തിരിച്ചും സ്നേഹിക്കണം. ഇന്നലെ ഈ ലോകത്തിൽ നിന്ന് വേർവിട്ടു പോയ ഡിജോ കാപ്പൻ എന്ന് പറയുന്ന ആളിനെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ബേക്കറി ജംഗ്ഷനിലെ ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന്
അവിടുത്തെ 4-ാം നിലയിലായിരുന്നു പാർക്കിങ്. അവിടെ നിന്ന് താഴോട്ട് റാമ്പിൽ കൂടെ ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രേക്ക് പോയതെന്ന് ആദ്യം പറയുന്നു, പിന്നെ പറയുന്നു ഇപ്പോൾ ക്ലച്ചിനും ബ്രേക്കിനും ഇടയിൽ കാല് സ്റ്റക്കായതാണ്. എന്ത് സംഭവിച്ചാലും വണ്ടി നിയന്ത്രണം വിട്ടു അങ്ങ് പോയി താഴോട്ട് പോയപ്പോൾ അദ്ദേഹം 2-3 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ 2-3 പ്രാവശ്യത്തെ ആലോചിച്ചു എന്ത് ചെയ്യുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ഭാര്യയുടെ സൈഡിലേക്ക് വണ്ടി വേണമെങ്കിൽ കൊണ്ട് ഇടിപ്പിക്കാമായിരുന്നു. അദ്ദേഹം വിചാരിച്ചു വേണ്ട, ഭാര്യയ്ക്ക് ഒരു കുഴപ്പം പറ്റും, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൈഡിലേക്ക് അദ്ദേഹം ഈ വണ്ടി ഇടിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ഏതാണ്ട് 4-5 മാസക്കാലം ഇവിടെ PRS കിടന്നു. അതിനുശേഷം എയർ ലിഫ്റ്റ് ചെയ്ത് CMC കൊണ്ടുപോയി. അതിനുശേഷം പാലാ ശ്രീവാ ഹോസ്പിറ്റലിൽ വെച്ച് ഇന്നലെ മരിച്ചു. അപ്പോൾ അദ്ദേഹം 6 മാസക്കാലമായിട്ട് തളർന്ന് കിടക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ആ അവസാന കാലഘട്ടത്തിൽ പോലും തൻ്റെ ഭാര്യയോടുള്ള ആ വൈഫിന് ഒന്നും പറ്റരുത് എന്ന് ആ സൈഡ് ഒഴിവാക്കി തൻ്റെ സൈഡിലേക്ക് ഇടിപ്പിച്ച അപ്പം ഞാൻ പറഞ്ഞത്, സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ നാം ഒരു വില തീർച്ചയായിട്ടും കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇന്നൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? മരണത്തിൻ്റെ അടുത്ത് വരെയുള്ള ആ സ്നേഹം നാം കാണിക്കും. അത് കഴിഞ്ഞതിനപ്പുറമോ എൻ്റെ ജീവൻ ഒരു അപകടം വരുന്ന സമയം വരുമ്പോഴത്തേക്ക് നാം ആ സ്നേഹത്തെ തീർച്ചയായിട്ടും തള്ളിപ്പറയേണ്ട ഒരവസ്ഥയിലേക്ക് വരും. ഒരു 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 മദർ മങ്കി ഒരിക്കൽ അതിൻ്റെ കൊച്ചു മങ്കിയുമായിട്ട് ഒരു വാട്ടർ ടാങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ വാട്ടർ ടാങ്ക് വെള്ളം ഇങ്ങനെ നിറഞ്ഞു വരിക. നിറഞ്ഞു വന്നപ്പോൾ ആദ്യം ഈ കൊച്ചുമങ്കി എടുത്ത് ഈ അമ്മ എടുത്ത് തോളയിൽ വെച്ചു. അപ്പോഴത്തേക്ക് വെള്ളം കയറി വരിക ഇവിടം വരെയായി. അപ്പോൾ എടുത്ത് കുട്ടിമങ്കി എടുത്ത് തലയെ വെച്ചു. അന്നേരം വെള്ളം വീണ്ടും കയറി വരുന്ന അവരുടെ തലയോളം എത്തി. അപ്പം പിന്നെ ഒന്നും രക്ഷയില്ല. ഈ കൊച്ചിനെ എടുത്ത് താഴെ ഇട്ടേച്ച് കൊച്ചുമങ്കി എടുത്ത് താഴെ അതിൻ്റെ മണ്ടയിൽ കയറി നീന്നവർ. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള സ്നേഹമാണ് പലരും കാണിക്കുന്നത്. തൻ്റെ ജീവൻ അപകടത്തിലാകുമ്പോൾ പിന്നെ അതിനപ്പുറത്തോട്ട് പിന്നെ മക്കളെന്നോ ഹസ്ബൻഡെന്നോ വൈഫെന്നോ നോക്കിയിട്ട് കാര്യമില്ല. എങ്ങനെയും എൻ്റെ ജീവനുമായിട്ട് രക്ഷപ്പെടുക എന്നുള്ള കാര്യത്തിലേക്ക് നാം ചുരുങ്ങി പോവുകയാണ്. കർത്താവ് നമ്മോട് അങ്ങനെ ഒരവസ്ഥ കാണിച്ചിരുന്നെങ്കിൽ നാം എന്തായിരുന്നു അവസ്ഥ? ഏദൻ തോട്ടത്തിൽ വെച്ച് വേണേ അവനെ ഉപേക്ഷിച്ച് കളയാമായിരുന്നു, ആരും ഒന്നും ചോദിക്കത്തില്ലായിരുന്നു. പക്ഷേ നമ്മളോടുള്ള അവൻ്റെ സ്നേഹം, ആ സ്നേഹത്തിൽ അവൻ അനുഭവിച്ച ആ യാതനകൾ കാൽവറിയിൽ അതാണ് പറയുന്നത്. ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം കാൽവറി ക്രൂശിൽ കിടന്ന് തന്നെ ക്രൂശിച്ച ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ യേശുവിൻ്റെ രക്തമാണ്. യേശുവാണ് നമുക്കിന്ന് മാതൃക. അങ്ങനെ സ്വന്തം ജീവൻ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പകർന്നു നൽകിയ യേശു കർത്താവാണ് നമ്മുടെ മാതൃക. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. ഒരു കാര്യം കൂടെ പറയും. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം, ശത്രുക്കളെയും സ്നേഹിക്കണം എന്ന് ബൈബിൾ പറയുന്നു. കുഞ്ഞിന് മാഷിനൊരു സ്റ്റോറി കേട്ട് പാസ്റ്റർ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം ചോദിച്ചു, ഒരാൾക്ക് നിനക്ക് ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? പറഞ്ഞു, എനിക്ക് എന്നോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നിന്നോടുള്ള ഇഷ്ടം കഴിഞ്ഞതിന് ശേഷം ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതിനെനിക്ക് എന്നോടുള്ള ഇഷ്ടം കഴിയുന്നില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാണ് മറ്റൊരാളെ സ്നേഹിക്കുന്നത്? അപ്പോൾ ഇന്ന് സ്വസ്നേഹികളായിട്ട് മനുഷ്യൻ മാറി. ഞാനും എൻ്റെ കുടുംബം, ഞാൻ എന്ന ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ചുരുങ്ങുന്ന ഈ സമയത്ത് ഇച്ചിരൂടെ ബ്രോഡ് മൈൻഡഡായി മറ്റുള്ളവരും ദൈവം സൃഷ്ടിച്ച ആ സൃഷ്ടിയെ നാം ഓരോരുത്തരും സ്നേഹിക്കണം എന്ന് മാത്രമാണ് ഈ അവസരം എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് ഈ സ്നേഹത്തിൽ ഈ ലോകത്തിൽ ഇന്ന് നാം ജീവിച്ചാലും തീർച്ചയായിട്ടും നമുക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന, ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന, എന്തിനാണ് ദൈവം കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി ആ അവസ്ഥ രണ്ടാമതൊരവസരം കൂടെ നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മെ വീണ്ടെടുത്ത് ഇവിടെ ആക്കിയിരിക്കുമ്പോൾ ഒരു ആഗ്രഹമേ ഉള്ളൂ, അവൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ വരെ അവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മണവാട്ടി സഭ. ഈ മണവാട്ടി സഭ അന്ത്യത്തോളം എനിക്ക് വേണ്ടി നിലനിൽക്കും, എന്നെ കാത്തിരിക്കുന്നുള്ള യേശുവിൻ്റെ വിശ്വാസം, അതിന് നാം ഒരിക്കലും ലംഘനം വരുത്തിക്കൂടാ. അതുകൊണ്ട് ഈ അന്ത്യ കാലഘട്ടത്തിൽ അവൻ്റെ ആ രണ്ടാമത്തെ വരവിൽ നമുക്ക് ഓരോരുത്തർക്കും പോകുവാൻ യേശു നമുക്ക് വാഗ്ദാനം ചെയ്ത ആ നിത്യരാജ്യത്തിൽ, ആ സ്നേഹരാജ്യത്തിൽ നാം ഓരോരുത്തരും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും
വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.